വിൻഡ് മില്ലിനോട് യാത്ര പറഞ്ഞ് നമ്മളങ്ങനെ ആനക്കട്ടി റോട്ടിലൂടെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അട്ടപ്പാടി യാത്രയുടെ 2-ാം ദിവസത്തിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. പോകുന്ന വഴിക്ക് നമുക്ക് കുറേ റിസോർട്ടുകളെല്ലാം കാണാനുണ്ട്. അതുപോലെ ഈ മരത്തിൻ്റെ മുകളിൽ കാണുന്നൊരു കുഞ്ഞു ഏറുമാടം ഫോറസ്റ്റുകാർ തൽക്കാലത്തേക്ക് ചെയ്തതാണെന്നാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഈ റൂട്ടിൽ നിരവധി ബസ്സുകൾ ഓടുന്നുണ്ട്. അടുപ്പിച്ചില്ലെങ്കിലും അത്യാവശ്യം ബസ്സുകളൊക്കെ ഈ റൂട്ടിൽ നമുക്ക് കാണുന്നുണ്ട്. KSRTC ആയിട്ടും അതുപോലെ പ്രൈവറ്റ് ബസ്സായിട്ടും. തരക്കേടില്ലാതെ ബസ്സുകളെല്ലാം ഈ റൂട്ടിൽ ഓടുന്നുണ്ട്. ഷോളയൂർ ആനക്കട്ടി റൂട്ടിൽ. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റിസോർട്ടാണ് നിർവാണ റിസോർട്ട് എന്ന് പറയുന്നത്. ഈ ഭാഗത്തോട്ട് എത്തുമ്പോൾ ഇവിടെ കൂടുതൽ നമുക്ക് തെങ്ങിൻ്റെ കൃഷിയാണ് കേട്ടോ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ചുറ്റുഭാഗം നിറയെ തെങ്ങിൻ്റെ തോട്ടങ്ങളാണ്. കുറച്ചിങ്ങോട്ട് എത്തുമ്പോൾ നമുക്കിവിടെ തമിഴ്നാടിൻ്റെ ഒരു സ്റ്റൈലാണ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. നമ്മളങ്ങനെ ആനക്കട്ടി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ടൗൺ തന്നെയാണ് ആനക്കട്ടി. കുറേയധികം കടകളും അതുപോലെ ഹോട്ടലുകളും ബേക്കറി അതുപോലെ വാഹന സൗകര്യങ്ങളും എല്ലാം ഇവിടെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഈ ടൗണിനുള്ളിൽ തന്നെയാണ് ആനക്കട്ടി ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇതുവരേക്കാണ് കേരള ബസ്സുകളെല്ലാം വരിക. ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുള്ള ഈ പാലം കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടാണ്. ആനക്കട്ടി എന്ന് പറയുമ്പോൾ കേരള തമിഴ്നാട് ബോർഡറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഇപ്പുറം നമുക്ക് കേരളവും അപ്പുറം തമിഴ്നാടാണ്. നമ്മൾ കേരളത്തിലുള്ളവർ ഈ സ്ഥലത്തെ ആനക്കട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഇതിന് ആനയിക്കട്ടി എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മളങ്ങനെ തമിഴ്നാട് ബോർഡർ കയറി ആനക്കട്ടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാനുള്ള ഉദ്ദേശത്ത് കൂടിയാണ് ഈ റൂട്ടിലൂടെ പോകുന്നത്. തമിഴ്നാട് ബോർഡർ കയറി കഴിഞ്ഞൊരു 1/2 കിലോമീറ്ററിനകം ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി ദൂരത്തുള്ള പെട്രോൾ പമ്പിലേക്കാണ് നമ്മളിപ്പോൾ വന്നത്. ബോർഡറിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിന് മുകളിൽ ഈ പെട്രോൾ പമ്പിലേക്ക് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞ ശേഷം നമ്മളിനി അഗളി റൂട്ടിലേക്കാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഇതൊരു മെയിൻ ബസ് റൂട്ടാണ്. അപ്പോൾ ആനക്കട്ടി ടു അഗളി, മണ്ണാർക്കാട് അതുപോലെ പാലക്കാട് റൂട്ടിലാണ് ഇവിടെ ബസ്സുകളൊക്കെ ഓടുന്നത്. നമ്മളിങ്ങോട്ട് വന്ന റൂട്ടിനെ അപേക്ഷിച്ച് ഈ റൂട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബസ് സർവീസ് കാണുന്നുണ്ട്. അടിക്കടി ബസ്സുകൾ കാണുന്നുണ്ട്. നമ്മളിങ്ങോട്ട് വന്ന റൂട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ റൂട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ വീടുകളും കടകളൊക്കെ കാണുന്നുണ്ട്. ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി തൊട്ടടുത്ത് കാണുന്ന ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം കോട്ടത്തറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കല്യാണി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ടു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഹോട്ടലാണെന്ന് കേട്ടിട്ട് അവിടെ നിർത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അവിടുത്തെ ചോറും കറികളെല്ലാം നന്നായിരുന്നു. മീനും അതുപോലെ നിരവധി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത് തോന്നുന്നു. അതുപോലെ പാഴ്സൽ വാങ്ങിക്കാനും കുറേ പേര് തിരക്ക് കാണുന്നുണ്ടായിരുന്നു അവിടെ. വലിയ കടകളെക്കാളും ചിലപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളിൽ നിന്നായിരിക്കും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ മിക്കപ്പോഴും കിട്ടുന്നുണ്ടാവുക. അങ്ങനെ അവിടുത്തെ അടിപൊളി ഭക്ഷണമൊക്കെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്കൊരു വലിയ അമ്പലത്തിൻ്റെ കവാടം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോയതാണ്. അപ്പോൾ കുറച്ച് നേരം പോയി കഴിയുമ്പോൾ അവിടെ ഒരു അമ്പലത്തിന് ചുറ്റും അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ കാറൊക്കെ നിർത്തി തിരുന്നേരം ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങിയത്. കുറച്ച് നേരം അങ്ങനെ പുറത്ത് ഇറങ്ങി അവിടെ ഒന്ന് വെറുതെ ഒന്ന് ചുറ്റി നടന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ പോകുന്നത് നരസിംഹമുക്ക് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റൂട്ടിലേക്ക് നമ്മൾ റെസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡിലൂടെ തന്നെ നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് ഈ ലെഫ്റ്റിലേക്കുള്ള ഈ റോഡിലൂടെ കയറിയിട്ട് വേണം നമുക്ക് നരസിംഹമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകാനായിട്ട്. ഇത് അത്യാവശ്യം ഒരു കുന്ന് കയറ്റം പോലുള്ള റോഡാണ് പല ഭാഗങ്ങളിലും. ഇപ്പോൾ സന്ധ്യാസമയമാണ്. അപ്പോൾ നമുക്ക് ഈ മലയുടെ മേലെ സൂര്യൻ ഇങ്ങനെ താഴുന്ന കാഴ്ച നല്ല മനോഹരമായിരിക്കുന്നു പറഞ്ഞ കേട്ട അറിവിലാണ് നമ്മൾ ഈ സമയത്ത് തന്നെ നരസിംഹമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഈ റൂട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളവും തിരിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ വളരെ കെയർഫുള്ളായിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. ഒരു 2 വലിയ വണ്ടികൾ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഭാഗങ്ങളിലൊക്കെ. നമ്മുടെ റെസ്റ്റ് ഹൗസിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ നരസിംഹമുക്ക് വ്യൂ പോയിന്റിലേക്ക്. അതുമാത്രമല്ല ഈ പോകുന്ന റൂട്ടും നല്ല അടിപൊളി റൂട്ട് തന്നെയാണ്. നമ്മൾ ഏകദേശം നരസിംഹമുക്ക് വ്യൂ പോയിന്റിലേക്ക് കയറുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു കുഞ്ഞു കട കാണുന്നുണ്ട്. അങ്ങനെ കടയുടെ അടുത്ത് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ മോളിലോട്ട് കയറുക വേണ്ടത്. അപ്പോൾ കടയുടെ ഫ്രണ്ടിലായിട്ട് ഒരു കുഞ്ഞു ക്ഷേത്രം കാണുന്നുണ്ട്.
ഈ കാണുന്നതാണ് നമ്മൾ പോകുന്ന വഴി. ഈ വഴിയിൽ കൂടെ നടന്ന് കയറിയിട്ട് വേണം, ചില ഭാഗങ്ങളിൽ കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ കയറിയിട്ട് വേണം നമ്മൾ മേലോട്ട് പോകാൻ. നമ്മൾ പകുതിയോളം കയറിയിട്ടുണ്ട്. പകുതി ഭാഗത്തു നിന്നുള്ള 360 വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഈ കാണുന്നതാണ് നരസിംഹമുക്ക് വ്യൂ പോയിന്റ്. അവിടെ നിന്ന് കുറച്ച് മരട്ട് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട്. ഈ കാണുന്നതാണ് ഗൂളിക്കടവ് ടൗൺ കേട്ടോ. മലയുടെ മേളിൽ നിന്നുള്ള വ്യൂ ആണിത്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ റെഡിയായി താഴ്ന്ന് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും മലയുടെ മേലെ എത്തിയിട്ടില്ല, മലയുടെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു സൈൻ ബോർഡ് കാണുന്നുണ്ട്, ഫോറസ്റ്റിൻ്റെയാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ മേലോട്ട് ഇനി കുറച്ചുകൂടി കയറാനുണ്ട്. ചില ഭാഗങ്ങളിൽ നിരപ്പായിട്ടും അതുപോലെ ചില ഭാഗങ്ങളിൽ കുത്തനെയുള്ള കയറ്റങ്ങളാണ് കേട്ടോ അങ്ങോട്ടുള്ളതിൽ. ഈ കാണുന്ന വഴിയിലൂടെയൊക്കെ വേണം നമുക്ക് കയറാൻ. കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് ദൂരെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പോയ വിൻഡ് മില്ലിൻ്റെ കാഴ്ച വളരെ ദൂരത്തു നിന്ന് കാണുന്നുണ്ട്. നമ്മളങ്ങനെ ഇപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിൽ നിന്നുള്ള 360 കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ചുറ്റും നിറയെ മലനിരകൾ മാത്രമായിട്ട് നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ. മേലെ എന്നുള്ളത് കുറേ മലകളിലൊക്കെ തട്ടുതട്ടായിട്ടുള്ള തിരിക്കലൊക്കെ ഉണ്ട്. കൃഷി ആവശ്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വന്ന വഴി കാണുന്നുണ്ട്, നമ്മൾ പാർക്ക് ചെയ്ത വാഹനങ്ങളെല്ലാം കാണുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് അസ്തമയം മുഴുവൻ കണ്ടിട്ട് പോകാമെന്ന് കരുതി നമ്മൾ കുന്നിൻ്റെ മേലെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കുറേ പേര് ഇപ്പോഴും ഈ സമയത്ത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് മേലേക്ക്. ഈ മലയുടെ ഇടയിൽ കൂടി സൂര്യൻ കുറച്ചുകൂടി ഇപ്പോൾ താഴുന്ന പോലെയാണ് നമുക്ക് കാണുന്നത്. സൂര്യൻ്റെ മുക്കാൽ ഭാഗത്തോളെ കാണുന്നുള്ളൂ. പൊതുവേ നമ്മൾ സൂര്യാസ്തമയം കാണുന്നത് കൂടുതലും കടലിൽ വെച്ചിട്ടായിരിക്കും. കൂടുതലും അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതും പൊതുവേ ഉദിക്കുന്നതായിരിക്കും മലയിൽ എപ്പോഴും കാണുക. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സന്ധ്യാസമയത്തെ ഇളം കാറ്റും അതുപോലെ പ്രകാശം മങ്ങി വരുന്ന സൂര്യൻ്റെ കാഴ്ചയും രണ്ടും കൂടി വളരെ നല്ലൊരു അനുഭവമായിരുന്നു മേലെ നിന്ന് നമുക്ക് ലഭിച്ചത്. സൂര്യൻ അങ്ങനെ മുഴുവനായും താഴ്ന്നു പോകുന്ന കാഴ്ച നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സൂര്യൻ്റെ ഒരു കുഞ്ഞു വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നരസിംഹമുക്ക് വ്യൂ പോയിന്റിൻ്റെ മേലിൽ നിന്നും സൂര്യാസ്തമയം കണ്ടു. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും നമുക്ക് ഗൂളിക്കടവ് ടൗൺ അങ്ങനെ പതിയെ രാത്രി ആക്റ്റീവായി തുടങ്ങുന്നതിൻ്റെ ഒരു കുഞ്ഞു കാഴ്ച കൂടി നല്ല രസമുള്ളതാണ്. ഇന്നത്തെ കാഴ്ചയുടെ വിശേഷങ്ങൾ ഇത്രമാത്രം. അട്ടപ്പാടിയുടെ വിശേഷങ്ങൾ ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം.